കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പ്രവർത്തകരെ മാത്രമല്ല നേതാക്കളെയും നിലക്ക് നിർത്താൻ കഴിയാതെ വന്നാൽ അതുതന്നെയാണ് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുന്ന ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കി പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി MP ശശി തരൂർ പൊതുവേദിയിൽ തുറന്നടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ശാസിക്കണമായിരുന്നു. അതിന് കഴിയാത്ത പാർട്ടി 100% സംഘടനാ ശേഷി നഷ്ടപ്പെട്ടു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അത്രയ്ക്കും കാര്യശേഷിയില്ലാത്ത ഒരാളായിട്ട് KPCC അധ്യക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്നത് AICCയുടെ പ്രവർത്തക സമിതി അംഗമാണ്. താക്കീത് ചെയ്യാൻ ഹൈക്കമാൻഡിനോട് പറയണം, അതിനും കഴിയുന്നില്ല. സ്വന്തം നിലയിൽ നടപടിയെടുക്കാനോ ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാനോ സാധിക്കാത്ത ഒരാൾ അതെല്ലാം പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലൂടെ തുറന്നു കാട്ടിയതാണ് ഇന്നത്തെ മുഖപ്രസംഗം. കോൺഗ്രസുകാർ തന്നെ നേരാംവണ്ണം വായിക്കാത്ത ഒരു മുഖപത്രത്തിൽ ഇത് എഴുതിയിട്ട് വല്ല കാര്യവും ഉണ്ടാകില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിലും മനസ്സിലുള്ളത് മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് KPCC ചെയ്തിരിക്കുന്നത്. അതായത് വ്യാവസായിക മേഖലയിലെ വളർച്ചയിൽ സർക്കാരിനെ പ്രശംസിച്ച കോൺഗ്രസ് MP ശശി തരൂറിനെതിരെ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിൽ തലക്കെട്ട് തന്നെ ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്നുള്ളതാണ്. അനാവശ്യ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത് എന്ന വിമർശനത്തോടെയാണ് എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ആയിരക്കണക്കിന് പ്രാദേശിക പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിളവെടുപ്പാണ് തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ്. എല്ലാ സാഹചര്യങ്ങളും LDF പ്രതികൂലമായിട്ടും UDFന് ജയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നും പത്രം ഓർമ്മിപ്പിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കുന്നത് വികലമായ രാഷ്ട്രീയ രീതിയാണ്. എഡിറ്റോറിയൽ അങ്ങനെയാണ് വിമർശിക്കുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തും LDF ഭരണക്കെടുതിക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പിറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമാണ്. കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയത് LDF ആണ്. R ശങ്കറും C അച്യുതമേനോനും K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ വളർന്നത്. K ദാമോദരമേനോൻ, TV തോമസ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ദീർഘവീക്ഷണത്തോടെയായിരുന്നു വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും വീക്ഷണം എഡിറ്റോറിയൽ പരാമർശിക്കുന്നു. അവർക്കില്ലാത്ത എന്ത് മിടുക്കാണ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P രാജീവിനുള്ളതെന്നും വീക്ഷണം ചോദിക്കുകയാണ്. സമകാലികരായ വ്യവസായ വകുപ്പ് മന്ത്രിമാരിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വീക്ഷണം എടുത്തു പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ആദ്യ കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന PK വാസുദേവൻ നായരുടെയോ ഇനി 82-ൽ കരുണാകരന്റെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം ലീഗിലെ തന്നെ E അഹമ്മദിന്റെയോ പേര് വീക്ഷണം പരാമർശിച്ചിട്ടേയില്ല. കരുണാകരന്റെ നേതൃത്വത്തിൽ 91-ലുണ്ടായ മന്ത്രിസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി ആദ്യമായി വ്യവസായ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഏതായാലും മുഖം നോക്കി 2 വർത്തമാനം പറയാൻ പോലും ഭയക്കുന്ന KPCCക്ക് ഇങ്ങനെയൊരു പത്രത്തെ ഉപയോഗിച്ച് തിരിച്ചടിക്കേണ്ടി വന്നത് കഷ്ടമായി പോയി എന്ന് പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം KPCCയും കോൺഗ്രസ് നേതൃത്വവും വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. CPMന്റെ ദേശാഭിമാനിയും CPIയുടെ ജനയുഗവും ഒരു കോൺഗ്രസ് MPയെ കുറിച്ച് നല്ലതു മാത്രം എഴുതിയ അതേ ദിവസം കോൺഗ്രസിന്റെ വീക്ഷണത്തിന് സ്വന്തം MPയെ കുറിച്ച് മോശം പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക. അതുപോലെ സ്വന്തം പാർട്ടി നേതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഘടകകക്ഷി നേതാവിനെ അഭയം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കരുതിയിരിക്കുക. അതൊരു സംഘടനാപരമായ ഗതികേട് തന്നെയാണ്.